വെൽക്കം ടു ദാസ് ക്രിയേറ്റീവ് ബൈറ്റ്സ്. ഇന്ന് നമുക്ക് പാൽപ്പാടയിൽ നിന്നും നെയ്യ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി പാൽ നന്നായി തിളപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെച്ച് തണുപ്പിക്കുക. തണുത്ത് കഴിയുമ്പോൾ പാലിന് മുകളിൽ പാൽപ്പാട ഉണ്ടായത് കാണാം. ഈ പാൽപ്പാട കോരിയെടുത്ത് ഒരു പാത്രത്തിൽ അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇങ്ങനെ ഒരു 2 ആഴ്ചത്തെ പാല് കാച്ചി അതിന്റെ പാട എടുത്ത് ശേഖരിച്ചു വെച്ചതാണിത്. ഞാനിവിടെ 1/2 ലിറ്ററിന്റെ ഐസ്ക്രീം ടിന്നിലാണ് പാട എടുത്ത് വെച്ചത്. ഇതിൽ നിന്നും പകുതി പാട മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് മിക്സിയുടെ പകുതി ഭാഗത്തോളം വെള്ളവും ഒഴിച്ച് നന്നായി ആട്ടിയെടുക്കുക. ഇനി ഇതിനെ നന്നായി ചുറ്റിച്ച് കോരിയെടുത്ത് ഒരു പാത്രത്തിൽ വെള്ളത്തിലേക്ക് മാറ്റാം. ഇനി മിക്സി ജാറിലെ വെള്ളം കളഞ്ഞ് ബാക്കി പാടയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ വെണ്ണയെ നമുക്ക് വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കാം. ഈ വെള്ളം കളഞ്ഞ ശേഷം വീണ്ടും വെള്ളം എടുത്ത് നന്നായി കഴുകാം. വെള്ളം നന്നായി ക്ലിയർ ആകുന്നത് വരെ നമ്മൾ വെള്ളം മാറ്റി മാറ്റി കഴുകിയെടുക്കണം. കഴുകിയെടുത്ത വെണ്ണ ഒരു പാത്രത്തിലേക്ക് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള വെണ്ണ റെഡി ആയിട്ടുണ്ട്. ഇത് വെണ്ണയായിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ ലോ ഫ്ലെയിമിൽ ഉരുക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെയ്യായിട്ടും യൂസ് ചെയ്യാം. ഇവിടെ നമ്മുടെ വെണ്ണയെല്ലാം നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് കരിഞ്ഞു പോകും. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് ഉരുക്കി എടുക്കുക. ഈ വെണ്ണയുടെ കുറച്ച് ഭാഗം ചെറിയ ചെറിയ ബോൾസ് പോലെ വരും. ഇത് മുരിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാനായി വെക്കാം. ഇത് നന്നായി തണുത്ത ശേഷം ഇത് ഭരണിയിലേക്ക് അരിച്ചൊഴിച്ച് നമുക്ക് അടച്ചു സൂക്ഷിക്കാം. മുമ്പ് നമ്മൾ പല ദിവസങ്ങളിലായി എടുത്ത നെയ്യാണ് താഴെ മഞ്ഞ കളറിൽ കാണുന്നത്. ഇപ്പൊ നമുക്ക് കിട്ടിയ നെയ്യാണ് ഈ തെളിഞ്ഞു കാണുന്നത്. പാല് കാച്ചി പാട വെറുതെ എടുത്ത് കളയാതെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.